അസിൻ്റെ കരിയർ ഗ്രാഫ് ഏതാണ്ട് അസിന് ഉദ്ദേശിച്ചതുപോലെ തന്നെ ഉള്ള ഒരു കയറ്റത്തിലാണ്. അപ്പോൾ അത് തികച്ചും അവിചാരിതമാണ് എന്ന് തന്നെ പറയാവും. അസിന് ബുദ്ധി കൂടെയുള്ള ആളായതുകൊണ്ട് അതും കൂടെ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കരുതാവും. കുറേയൊക്കെ പ്ലാനിങ് ഉണ്ട് സർ. പക്ഷേ പ്ലാനിങ് കാരണം എല്ലാം ശരിയാകണം എന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ എക്സ് ഫാക്ടറിൻ്റെ ആവശ്യമുണ്ട്, ലക്കിൻ്റെ ഒരു ഗോഡ്സ് ഗ്രേസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ പ്ലാനിങ് ഇത്രത്തോളേ ഉള്ളൂ എന്ന് വെച്ചാൽ കിട്ടുന്ന പ്രോജക്റ്റ് അപ്പോൾ എനിക്ക് റൈറ്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞാൻ എടുക്കുന്നു. അല്ലെങ്കിൽ എനിക്കിത് ചെയ്യേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് ഞാൻ വിട്ട് കളയുന്നു. എത്ര വലിയ പ്രോജക്റ്റ് ആയാലും ശരി, അത് ആരൊക്കെ എൻ്റെ അകത്ത് ഇൻവോൾവ് ആയാലും ശരി, ഞാൻ അതിൻ്റെ അകത്ത് പാർട്ട് ആകുന്നില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഡിസിഷൻ, ബുദ്ധിപൂർവ്വം എനിക്കിത് കറക്റ്റായിട്ട് തോന്നുന്നതായിട്ടൊരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. ആൻഡ് ഞാൻ അതനുസരിച്ച് ഫോളോ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് എൻ്റെ പേരൻസ് ഒരു വലിയ ഹെൽപ്പാണെന്ന് വെച്ചാൽ ഒരു കാര്യം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് റൈറ്റോ റോങ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ രീതിയിൽ പോയില്ലെങ്കിൽ അവർ തന്നെ ഞങ്ങളപ്പോഴേ പറഞ്ഞതല്ലേ ഇത് അങ്ങനെ അവർ പറഞ്ഞില്ല. അതേ സപ്പോർട്ട് മീ എന്തേ. അപ്പോൾ ദാറ്റ് ഈസ് എ ബിഗ് സ്ട്രെങ്ത്. അപ്പം ഞാൻ ഇതുവരെ എടുത്തിരിക്കുന്ന ഡിസിഷൻ വലിയ കുഴപ്പമില്ലാതെ നന്നായിട്ട് വന്നിട്ടുണ്ട്. സോ ആ ഒരു രീതിയിൽ മേ ബി ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് പ്ലാനിങ് ആൻഡ് എ ലോട്ട് ഓഫ് ലക്ക് ഓൾസോ. ഈ സാധാരണ നായികന്മാർക്കാണെങ്കിൽ കൂടി അങ്ങനെ സെലക്റ്റീവ് ആകാനുള്ള ഒരവസരം അത്രയ്ക്ക് കിട്ടാറില്ല, മലയാളത്തിലായാലും മറ്റ് ഭാഷകളിലായാലും. അപ്പോൾ അസിൻ സെലക്റ്റീവാണ്. പക്ഷെ എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചാണ് അസിൻ ഒരു പ്രോജക്റ്റ് തിരഞ്ഞെടുക്കുന്നത്? ആദ്യം സ്ക്രിപ്റ്റ്, പിന്നെ എൻ്റെ റോൾ, എൻ്റെ ക്യാരക്ടർ, മൂന്നാമതൊന്ന് ആരാ ഡയറക്റ്റ് ചെയ്യുന്നതെന്നുള്ള ഡയറക്ടർ ആരാന്നുള്ളത്, പിന്നെ ഏത് ബാൻഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രൊഡ്യൂസർ ഹൂസ് എ പ്രൊഡ്യൂസർ, ആൻഡ് ഫിഫ്ത്ത് വന്ന് കോ ആർട്ടിസ്റ്റ്, ആരുടെ കൂട്ടത്തിലൊക്കെ അഭിനയിക്കുന്നത്. പിന്നെയും കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, പറയാനാണെങ്കിൽ ഉണ്ട്, കുറേ നോക്കാം എന്ന് വെച്ചാൽ ആരാണ് മ്യൂസിക് ഡയറക്ടർ, ആരാണ് ക്യാമറമാൻ, ഇങ്ങനെ കുറേയൊക്കെ. ബട്ട് ബേസിക്കലി ഇതാണ് ദ ഫൈവ് ക്രൈറ്റീരിയ. എല്ലാം എപ്പോഴും ഒത്തു വരണം എന്നില്ല, ഒത്തു കിട്ടിയ ഭാഗ്യം. മോസ്റ്റ് ഓഫ് മൈ എൻ്റെ പടത്തിൽ എനിക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന് ഉള്ള വിശ്വാസമുണ്ട്. ഇപ്പോൾ ഗജനി എടുത്താലും ശരി, ദശാവതാരം എടുത്താലും ശരി, അല്ലെങ്കിൽ ലണ്ടൻ ഡ്രീംസ് എടുത്താലും ശരി, ടീം വർക്ക് ചെയ്തിട്ടിരിക്കുന്ന ടീം, ഡയറക്ടർ, ബാനർ, പ്രൊഡ്യൂസർ എല്ലാം ദ ക്രീം ആയിരുന്നു, ടോപ്പ് ഓഫ് ദ ടോപ്സ്. ആ ഒരു ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ബെസ്റ്റ്. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം കൂടെ ഇറ്റ് ഹസ് ബിൻ വിത്ത് മീ. വളരെ റെയറായിട്ട് അത് കിട്ടാൻ സാധ്യതയുള്ളൂ. എന്ന് വെച്ചാൽ ഒരു പ്രോജക്റ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ മാക്സിമം എന്തോരം ഉണ്ടെന്ന് വെച്ചാൽ ദാറ്റ് വിൽ ബി ദ ബെറ്റർ. അങ്ങനെ ഒരു ഐഡിയ. ഈ ഡയറക്ടറുടെ കഴിവാണോ അസിൻ നോക്കുക, അതോ ഡയറക്ടറുടെ സ്വഭാവമാണോ? രണ്ടും കൂടെ ആയിരിക്കും. ശോഭനയുടെ കാര്യം മുമ്പ് അസിൻ പറഞ്ഞു. ശോഭന വളരെ മനോഹരമായി പല കഥാപാത്രങ്ങൾക്കും ജീവൻ കൊടുത്ത ഒരു നായിക നടിയാണ്. പക്ഷേ ശോഭനയ്ക്ക് പലപ്പോഴും മലയാളത്തിൽ പോലും സ്വന്തമായി ഡബ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഏറ്റവും നല്ല കഥാപാത്രമായ മണിച്ചിത്രത്താഴിലെ നാഗവല്ലി പോലും ശോഭന ഡബ് ചെയ്തതല്ല. പക്ഷേ അസിൻ എല്ലാ ഭാഷകളിലും തന്നെത്താൻ ഡബ് ചെയ്യുന്നതുണ്ട്. ഇത് അത്രയും ഒരു സ്ട്രെയിൻ എടുക്കുന്നത് എന്തിനാണ് വാസ്തവത്തിൽ? എനിക്കത് സ്ട്രെയിനായിട്ട് തോന്നാറില്ല സാർ. എന്ന് വെച്ചാൽ എനിക്ക് ലാംഗ്വേജസിനോട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ താങ്ക്ഫുള്ളി ഐ ഹാവ് എ ഫ്ലെയർ ഓഫ് ലാംഗ്വേജസ്. എന്ന് വെച്ചാൽ മലയാളം ഓഫ് കോഴ്സ് എൻ്റെ മദർ ടങ് ആണ്. അതല്ലാതെ തമിഴ് എനിക്ക് അറിയില്ലായിരുന്നു. തമിഴ് ഇവിടെ നിന്ന് പോണതിന് മുമ്പ് ആകെ 2 വാക്കേ അറിയില്ലായിരുന്നു, ആമ, പിന്നെന്താ അണ്ണ. ഈ 2 മാത്രമേ അറിയില്ലായിരുന്നു അവിടെ പോയത്. പിന്നെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആൾക്കാർ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കും. ആ യൂണിറ്റിലുള്ള ആൾക്കാർ, നമ്മുടെ അസിസ്റ്റൻസ് ഒക്കെ സംസാരിക്കുന്നത് കേട്ട് പഠിച്ചതാണ്. പിന്നെ ഞാനും ഒരു ആക്റ്റീവ് ഇൻട്രസ്റ്റ് എടുത്തു. ഇപ്പോൾ എനിക്ക് തമിഴ് എഴുതാനും വായിക്കാനും അറിയാം. അത് ക്ലാസ്സൊന്നുമല്ല, നമുക്ക് ബുക്ക് കിട്ടുമല്ലോ, ഇംഗ്ലീഷ് ടു തമിഴ് അല്ലെങ്കിൽ മലയാളം ടു തമിഴ്, അങ്ങനെ ഒരു ഇൻട്രസ്റ്റ്. അപ്പോൾ എൻ്റെ ആ ആദ്യത്തെ തമിഴ് പടത്തിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂളിൽ തന്നെ ഞാൻ തമിഴ് വായിക്കാനും എഴുതാനും പഠിച്ചു. അതൊക്കെ നമ്മൾ മലയാളം വായിക്കാൻ പഠിക്കുന്നത് എങ്ങനെയാണ്? മലയാളം മനോരമ എടുത്ത് നോക്കിയിട്ട് ന്യൂസൊക്കെ വായിക്കാൻ പഠിക്കുക, ബോർഡ് വായിക്കാൻ നോക്കുക. അതുപോലെ തന്നെ തമിഴാകുമ്പോൾ ഞാൻ ഷൂട്ടിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ കാറിലിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും. അപ്പം ഓരോ ഹോട്ടലിൻ്റെ മുമ്പിലൊക്കെ ഇങ്ങനെ മീൽസ് റെഡി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ വായിച്ചാണ് ഞാൻ ഒരു ദിവസം ബിരിയാണി എന്നുള്ളത് ഞാൻ ബിരിയാണി എന്ന് വായിച്ചു. കാരണം അവിടെ പായും എല്ലാം ഒന്നാണ്. അപ്പം അങ്ങനെ വായിച്ച് പഠിച്ച് ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത്, അപ്പോൾ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും എല്ലാം എൻ്റെ വോയിസാണ്. അത് സിനിമയിൽ മാത്രമല്ല, അഡ്വർടൈസ്മെൻറ്റ് ഫിലിംസിലും എല്ലാത്തിലും. ഇപ്പോൾ എന്നെ എവിടെയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അവർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ കൂടെയുള്ള വോയിസ് എൻ്റേതായിരിക്കും. അല്ല, ഒരു നടിക്ക് പൂർണ്ണത കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വന്തമായി ഡബ് ചെയ്യണം എന്ന് വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു സർ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദാറ്റ് ക്യാരക്ടറാണല്ലോ, അതൊരു പൂർണ്ണമാകണമെങ്കിൽ വോയിസും കൂടെ ചേരണം എന്നാണ് എൻ്റെ ഒരു ഇത്. ഇപ്പോൾ നമ്മൾ അഭിനയിച്ചിട്ട് ഒരു രീതിയിൽ നമ്മൾ അഭിനയിച്ചിട്ട് പിന്നെ വേറൊരാൾ വന്ന് അവരുടെ രീതിയിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിന് വോയിസ് കൊടുക്കുമ്പോൾ ഇച്ചിരി മാറും. അപ്പോൾ അതുകൊണ്ടാണ്
ഞാൻ ഇൻസിസ്റ്റ് ചെയ്തല്ല ശരിക്കും. എൻ്റെ ഡയറക്ടേഴ്സ് വന്നിട്ട് എന്നോട് തന്നെ പറഞ്ഞാണ് അസിൻ തന്നെ ഡബ് ചെയ്തോളൂ എന്ന്. അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളോട് പിന്നെ വേറെ ആളുടെ ഡബ്ബിങ് വെച്ചിട്ട് ചെയ്യാൻ പറയത്തില്ലല്ലോ. അപ്പോൾ ഡബ്ബിങ് ശരിയായത് കാരണം പിന്നെ ഓൾ മൈ ഫിലിംസ് ഇപ്പോൾ ഹിന്ദിയിൽ ഞാൻ സിങ് സൗണ്ടാണ് ചെയ്തത്. സിങ് സൗണ്ട് എന്ന് വെച്ചാൽ ഡബ്ബിങ് ഇല്ല. നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വോയിസ് റെക്കോർഡഡ് ആയിട്ട് അതാണ് സ്ക്രീനിൽ കാണുന്നത്. പിന്നെ പോയിട്ട് ഡബ്ബിങ് സ്റ്റുഡിയോയിലിരുന്ന് തിരിച്ചത് പറയേണ്ട ആവശ്യമില്ല. അപ്പം സൈമിൾട്ടേനിയസ് ആയിട്ട് റെക്കോർഡ് ചെയ്യും. അത് റെക്കോർഡ് ചെയ്ത് റസൂൽ പൂക്കുട്ടിയാണ്, നമ്മുടെ ഓസ്കർ ജേതാവ്. സോ അപ്പോഴാണ് ആദ്യമായിട്ട് റസൂലിൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് അഗൈൻ റഹ്മാൻ സാർ ആയിരുന്നു മ്യൂസിക്. അതിന് മുമ്പ് ഞാൻ ഒരു പടവും റഹ്മാൻ സാറിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന പടവും, ഞാനിപ്പോൾ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോയി, പക്ഷെ എന്നാലും അടുത്ത് ചെയ്യാൻ പോകുന്ന പടവും എനിവേ ബൂത്ത് ഓഫ് ദെം ആർ ദെയർ. റഹ്മാൻ സാറും ഉണ്ട്, റസൂലും ഉണ്ട്. വാൾട്ട് ഡിസ്നി പ്രൊഡക്ഷനാണ് സർ. അതിൻ്റെ അകത്ത് പ്രൊട്ടാഗണിസ്റ്റ് എന്ന മെയിൻ ക്യാരക്ടർ ജാപ്പനീസ് നടനാണ്, തദനോബു അസാനോ. അതിൻ്റെ അകത്ത് കമൽ സാറും ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് അടുത്ത പടം. അപ്പോൾ അതിനുവേണ്ടി കളരിപ്പയറ്റ് പഠിക്കുന്നു എന്നൊക്കെ വാർത്ത കണ്ടിരുന്നു. പഠിച്ച് തുടങ്ങിയില്ല, പഠിക്കണം. അപ്പോൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ മാസാവസാനം ആകുമ്പോഴത്തേക്കും തിരിച്ച് ഞാൻ കേരളത്തിൽ വന്നിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങും. കാരണം അതിൻ്റെ സബ്ജക്റ്റ് അങ്ങനെ ആയത് കാരണം. അല്ല, അത് ഈ ഹോളിവുഡിലേക്കുള്ള ഒരു കാൽവയ്പ്പാണോ? ഹോളിവുഡിലോട്ടുള്ള കാൽവയ്പ്പൊന്നുമില്ല. കാരണം ഈ പടം എടുക്കുന്നത് ഇൻ തമിഴ്, ജാപ്പനീസ് ലാംഗ്വേജ് ഉണ്ട് അതിൻ്റെ അകത്ത്, ആൻഡ് ഇൻ ഇംഗ്ലീഷ്. അപ്പം അത് ആൻഡ് ഇറ്റ് ഇസ് ബേസ്ഡ് ഇൻ ഇന്ത്യ. അപ്പം ഞാൻ അതിനൊരു ഹോളിവുഡ് പ്രോജക്റ്റ് ആയിട്ടൊന്നും കാണുന്നില്ല. പക്ഷേ അത് ഞാൻ ഇതുവരെ ചെയ്തിരിക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടൊരു പ്രോജക്റ്റാണ്. ഇപ്പോൾ ഒരു ഗജനിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന തമിഴ് പടമോ അങ്ങനെ ഒരു കമേഴ്ഷ്യൽ ആയിട്ടല്ല. ആൻഡ് ഇറ്റ്സ് എ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പടം. ഇപ്പം മോഡലിങ്ങിനെ കുറിച്ച് ഞാനൊന്നും ചോദിച്ചില്ല. ഒരു മോഡലിംഗ് വഴി ഉണ്ടാക്കുന്ന ഒരു ഇമേജ് ഉണ്ട്, അതുപോലെ സിനിമ നായിക നടി എന്ന നിലയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. അത് ആളുകൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത? മോഡലിംഗ് ഞാൻ ചെയ്തിരിക്കുന്ന മോഡലിംഗ് ആണെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞ പോലെ ലൈവ് ഷോസ് ഒന്നുമല്ല. ഞാൻ TV അഡ്വർടൈസ്മെന്റ്സ് അല്ലെങ്കിൽ പ്രിന്റ് അഡ്വർടൈസ്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഓഡിയൻസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെയ്തിരിക്കുന്ന എനിക്ക് തോന്നുന്ന ഫിലിം ക്യാരക്ടേഴ്സ് ആയിരിക്കണം കുറച്ചുകൂടെ ഓഡിയൻസിലോട്ട് എന്നെ കുറച്ചുകൂടെ എത്തിച്ചിരിക്കുന്നത്. അല്ല, ഒരുപക്ഷെ മോഡലിംഗ് എന്ന് പറയുന്നത് കുറച്ച് വർക്കും കൂടുതൽ പണവുമാണോ? ഒരു രീതിയിൽ അതെ. അതെ, ഒരുപക്ഷെ അതിനോടുള്ള ആകർഷണം അതുകൊണ്ടുകൂടിയാണോ? അതുകൊണ്ടുകൂടിയല്ല സാർ. എന്ന് വെച്ചാൽ ഞാൻ ഇനീഷ്യലി ഞാൻ തുടങ്ങിയത് അങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഞാൻ മോഡലിംഗ് ചെയ്യുന്ന ആസ് എ ബ്രാൻഡ് അംബാസിഡർ ഫോർ മൾട്ടിനാഷണൽ കമ്പനീസ്. അപ്പോൾ അത് ഞാൻ ചെറുപ്പത്തിലേ മുതൽ എനിക്ക് ഫോർച്ചുനേറ്റ്ലി ഭാഗ്യം കാരണമാണ് എനിക്ക് അങ്ങനത്തെ കമ്പനീസാണ് എന്നെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ചെറുപ്പത്തിലെ മുതലേ എനിക്ക് പല്ല് മുളച്ചപ്പോൾ മുതലേ ഞാൻ കോൾഗേറ്റാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവരെന്നെ ബ്രാൻഡ് അംബാസിഡറായിട്ട് അവരുടെ കമ്പനിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ, അവരുടെ ബ്രാൻഡ് വാല്യൂസ്, അവരുടെ ഫേസ് ആയിട്ട് എന്നെ സെലക്ട് ചെയ്തപ്പം എനിക്ക് വളരെ സന്തോഷം തോന്നി. അതാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അപ്പം ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സ് ആണെങ്കിലും അങ്ങനത്തേതാണ് ഞാൻ ആക്ച്വലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രോഡക്ട്സ് ആണത്. അസിൻ പറയുന്ന ആ എത്തിക്സ് നമ്മൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്താൽ അസിന് വിശ്വാസമില്ലാത്ത ഒരു പ്രോഡക്റ്റ് എൻഡോഴ്സ് ചെയ്യില്ല എന്നുണ്ടോ? തീർച്ചയായിട്ടും സർ, ചെയ്യില്ല. തീർച്ചയായിട്ടും ചെയ്യില്ല. അല്ല, അങ്ങനെയുള്ള എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നിരസിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എന്നെ ഡ്രിങ്ക്സിൻ്റെ ആൽക്കഹോളിക് ഡ്രിങ്ക്സിൻ്റെ കൊമേഴ്ഷ്യൽസ് ആൻഡ് ബ്രാൻഡ് അംബാസിഡർ വേണ്ടി കുറേ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ടുബാക്കോ സിഗരറ്റ്സിൻ്റെ കുറേ കമ്പനികൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഐ കംപ്ലീറ്റ്ലി സെഡ് ഞാൻ ഒരിക്കലും ഒരു ആൽക്കഹോളിക് ഡ്രിങ്ക് അല്ലെങ്കിൽ ടുബാക്കോ ഒരിക്കലും എൻഡോസ് ചെയ്യത്തില്ല. സോ തിങ്സ് ദാറ്റ് ഐ ഡോണ്ട് ബിലീവ് ഇൻ, തിങ്സ് എനിക്കറിയാം ഇറ്റ് ഇസ് നോട്ട് ഗുഡ് എന്നുള്ളത്, ഞാൻ ഒരിക്കലും അതിൻ്റെ ഒരു ഭാഗമാവില്ല. ആർക്കും എന്നെക്കാളും വേഴ്സായിട്ട് എന്നെ ക്രിട്ടിസൈസ്